കണ്ണൂരിൽ നിന്നും ഇടത് സൈദ്ധാന്തികൻ പാണ്ഡ്യാല ഷാജി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പാണ്ഡ്യാല ഷാജി, ഈ പയ്യന്നൂരിലും തളിപ്പറമ്പിലുമൊക്കെ പാർട്ടി ചരിത്രത്തിലില്ലാത്ത തരത്തിലൊരു പ്രതിസന്ധി നേരിടുകയാണ്. ഇത് എങ്ങനെ CPM അതിജീവിക്കും? മാത്രവുമല്ല, ഇന്ന് TK ഗോവിന്ദൻ പറഞ്ഞു വച്ചത് ആന്തൂർ സാജന്റെ മരണത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയാൽ പാർട്ടി നാണക്കേടുകൊണ്ട് ഇല്ലാതാകും എന്നുള്ള വലിയ ഭീഷണി TK ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അപ്പോൾ ഈ പാർട്ടിയിലെ ഈ അന്തഛിദ്രം, ഇരുമ്പുമറയ്ക്ക് പുറത്തു വന്നിരിക്കുന്ന ഈ പടലപ്പിണക്കങ്ങൾ, ഇത് അതീവ ഗുരുതരമായ പ്രതിസന്ധി കണ്ണൂരിൽ സൃഷ്ടിക്കുമോ? അല്ല, അത് തീർച്ചയായും സൃഷ്ടിക്കുന്ന കാര്യത്തിൽ 2 വർഷമില്ല. ഇത് പാർട്ടി ഇവിടെ ഇത് നമ്മൾ ഈ പറയുന്നത് ഇത് പുതിയൊരു പ്രതിഭാസം എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ വിഷയത്തെ കാണുന്നത്. ശരിക്ക് TK ഗോവിന്ദൻ മാഷ് പാർട്ടിയുമായി കലഹിച്ച് പുറത്തേക്ക് വരുന്നത് ഒറ്റ വിഷയത്തിന്റെ മേലെയാണ്. അദ്ദേഹം ഒരിക്കൽ പോലും എനിക്ക് MLA ആവണമെന്ന് എനിക്കത് താല്പര്യമുണ്ടോ എന്ന് അദ്ദേഹം ഒരിക്കലും ഒരു കമ്മിറ്റിയിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്ന ഒരു ക്യാരക്ടറും അല്ല അദ്ദേഹം. പക്ഷെ അദ്ദേഹം കലാപം ചെയ്ത് എവിടെയാണ്? ഒരു പാർട്ടി രാഷ്ട്രീയത്തിനകത്ത് അത്ര സജീവമല്ലാതിരിക്കുന്ന ഒരാൾക്ക് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയാണ് എന്ന ഒരൊറ്റ പരിഗണനയുടെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ജെയിംസ് മാത്യുവിന്റെ ഭാര്യയായിരിക്കുന്ന സുകന്യയുണ്ട്. ഇപ്പോഴത്തെ ഈ ബടായി വിടുന്ന ആളുകൾ ശ്രദ്ധിക്കുന്ന കാര്യം, അനാർഭാടിയായ പെൺകുട്ടി എന്ന പേരിൽ വർഷങ്ങൾക്ക് മുൻപ് കേരള യൂണിവേഴ്സിറ്റിയുടെ ചെയർപേഴ്സണായിട്ട് അവർ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ കലാകൗമുദിയിലെ കവർ സ്റ്റോറിയായി വന്നിരിക്കുന്ന ആളാണ് ഈ പറയുന്ന സുകന്യ. അത് പിന്നീട് ജെയിംസ് മാത്യു സുകന്യയെ വിവാഹം കഴിക്കുന്നു. അതിനുശേഷം കണ്ണൂരിൽ വന്നിരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും സുകന്യ സജീവമായ രാഷ്ട്രീയ രംഗത്തുണ്ട്. എന്തുകൊണ്ട് സുകന്യയെ മാറ്റി നിർത്തി? ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം വരുന്നത്, നിങ്ങൾ സുകന്യയെ മാറ്റി നിർത്തുന്നതാണ് എങ്കിൽ അവിടെ മത്സരിപ്പിക്കേണ്ടത് ആരെയാണ്? CPMന്റെ അത് ഇതേപോലെ ബൂസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരാളുണ്ടല്ലോ, PR വർക്കിലൂടെ വന്നിരിക്കുന്ന ആളാണ്. ശരിക്ക് ശൈലജ ചെറുമോ അത്ര പ്രഗത്ഭയാണെന്ന അഭിപ്രായം ഇല്ല. അത് എന്റെ അഭിപ്രായം മാറ്റിക്കോ. പക്ഷെ പാർട്ടിയുടെ മുമ്പിലും ജനങ്ങളുടെ മുമ്പിലും ഒരു വലിയ ഐക്കണായി പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള ശൈലജ ടീച്ചറെ എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയില്ല? പകരം എന്താണ് ചെയ്തത്? പകരം KPCC പ്രസിഡന്റ് മത്സരിക്കുന്ന പേരാവൂരിൽ പോയി മത്സരിച്ചു കൊള്ളാനാണ് ഈ KK രാജേഷ് ഉത്തരവിടുന്നത്. ഇവിടെ വരുന്ന പ്രശ്നം എന്താണ്? ശരി, യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം? CPMന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നയാൾ ഇപ്പോഴത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ നശിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയിരിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തിലെ 14 ജില്ലാ കമ്മിറ്റികളുടെയും ജില്ലാ സെക്രട്ടറിമാരെ ആര് നിശ്ചയിച്ചു? തന്റെ താല്പര്യത്തിന് വിധേയമായിരിക്കുന്ന ആളെ നിശ്ചയിച്ചു. ഈ നിശ്ചയിച്ചതിന്റെ ഭാഗമായി കണ്ണൂരിൽ വന്നിരിക്കുന്ന ഈ 45 വയസ്സിൽ താഴെ ഉണ്ടായിരിക്കുന്ന KK രാജേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ഈ ചെറുപ്പക്കാരനെ കൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ജില്ലാ സെക്രട്ടറിയേറ്റ് ഇരുത്താൻ മുഖ്യമന്ത്രി വന്നത് എങ്ങനെയായിരുന്നു എന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എത്ര ആളുകൾക്കറിയാം? വന്നത് ഒരു സ്വകാര്യ മുതലാളിയുടെ വിമാനത്തിലാണ് വന്നത്. വിമാനത്തിൽ വന്നു, മട്ടന്നൂരിൽ ഇറങ്ങി, അവിടുന്ന് നേരെ കണ്ണൂർ DC ഓഫീസിലേക്ക് വന്നു. 20 മിനിറ്റിനകം DC യോഗം അവിടെ ചേരുന്നു. മുഖ്യമന്ത്രി അധ്യക്ഷതയിൽ ചേർന്നിട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന രാജേഷിനെ പാർട്ടി സെക്രട്ടറി കൊണ്ട് ഇരുത്തിയാണ്. ഈ ഇരുത്തുന്ന സമയത്താണ് നിങ്ങൾ ആലോചിക്കേണ്ടത്, 75 വയസ്സ് പ്രായമുള്ള അതിനകത്ത് ആരുണ്ട്? ഈ TK ഗോവിന്ദൻ പറഞ്ഞ ആളാവുണ്ട്. നിങ്ങൾ സമര പാരമ്പര്യമുണ്ടോ? നിങ്ങൾക്ക് അനുഭവ പാരമ്പര്യമോ? നിങ്ങൾ എപ്പോൾ വന്നിരിക്കുന്ന സെക്രട്ടറിയാണ്? നിങ്ങൾ എപ്പോൾ വന്നിരിക്കുന്ന സമരനായകനാണ്? പൂർവ്വകാല പാർട്ടി അനുഭവങ്ങൾ ഒന്നുമില്ലാതെ വന്നിരിക്കുന്ന ആളാണ്. ഇതാണ് അതിൽ ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം വരുന്നു, ഞാൻ ദീർഘിപ്പിക്കുക. രണ്ടാമത്തെ വിഷയം വരുന്നു, തലശ്ശേരിയിൽ ഒരു സ്ഥാനാർത്ഥിയെ വെച്ചു. തലശ്ശേരിയിൽ വെച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി ആരാണ്? ഫസൽ വധക്കേസിലെ നിർണായക പ്രതിയാണ്. കാരായി രാജൻ. കാരായി രാജ് അദ്ദേഹം അതിനകത്ത് പ്രതിയാണത്. ഇദ്ദേഹത്തെ അവിടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അവിടെ മാറ്റുന്നത് ആരെയാണ് മാറ്റുന്നത്? ഷംസീറിനെയാണ് മാറ്റുന്നത്. ഷംസീർ ആരാണ്? കേരളത്തിലെ മതന്യൂനപക്ഷത്തെ പ്രതിനിധിയാണെന്ന് മാത്രമല്ല കേരളത്തിലെ സ്പീക്കറുമാണ്. ഇത് മാറ്റുമ്പോൾ ഈ മതന്യൂനപക്ഷത്തിന് ഇദ്ദേഹത്തെ മാറ്റുമ്പോൾ ഇതിനകത്ത് വേറൊരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് എന്താണ്? തന്റെ മരുമകന് മുഹമ്മദ് റിയാസിന് ഭീഷണിയാവാതിരിക്കാനാണ് വാസ്തവത്തിൽ ആരെ മാറ്റിയത്? ഈ പറയുന്ന ഷംസീറിനെ മാറ്റിയത്. ഇങ്ങനെ ഓരോ തരത്തിലും ചെയ്യുന്ന പണി എന്താണ്? ഇതാണ്. എന്തുകൊണ്ടാണ് P ജയരാജന് സീറ്റ് കൊടുക്കാതിരുന്നത്? ഈ TK ഗോവിന്ദൻ മാഷു ഇതേ ചോദിച്ചു നോക്കിയിട്ട് എന്തുകൊണ്ടാണ് P ജയരാജന് സീറ്റ് കൊടുക്കാതിരുന്നത്? അദ്ദേഹത്തിന്റെ സഹോദരി സതീദേവി ഇവരെല്ലാം സാക്ക് ചെയ്ത് വരുന്ന നേരം തനിക്ക് വേണ്ടുന്ന ആളുകളെ മാത്രം കൊണ്ടേ നിർത്തുമ്പോ പാർട്ടി എന്ന് പറയുന്ന സംഘടന എന്തായി തീരുകയാണ്? അത് കേവലം എന്റെ പോക്കറ്റിൽ അടക്കാൻ മാത്രമുള്ള സ്വകാര്യ. വളരെയധികം നന്ദി ശ്രീ പാണ്ഡ്യാല ഷാജി ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.